നമസ്കാരം. നാട്ടുവിചാരത്തിൻ്റെ ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജപ്പാനിൽ ഭൂകമ്പം, സുനാമി എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഒരാളത് പ്രവചിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ പ്രവചിച്ച ആളുടെ പേരാണ് തത്സുഗി ഇച്ചികാവ എന്ന ജപ്പാനീസ് സ്ത്രീയാണ്. 1991 ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു 2025 ജപ്പാനിൽ വലിയൊരു ദുരന്തം വരും, ഭൂകമ്പം, സുനാമി. സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത് ജൂലൈ 5 പുലർച്ചെ 4:20 ജപ്പാനിൽ വലിയ ഇത് വരും എന്നുള്ള പോലുള്ള സംഗതികളൊക്കെയാണ് അവിടെ വരുന്നത്. അതിൽ അവർ പറഞ്ഞത് പൂർണ്ണമായും ഭാവിയിലെ കാര്യമായിരുന്നെന്നും പലരും അതിനെ വിശ്വസിച്ചില്ല. പക്ഷേ ഇനി എന്താണ് സംഭവിക്കുന്നത്? അവരുടെ പുസ്തകത്തിൽ പറഞ്ഞ ടോക്കിയോ, സൈതാമ, തോക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെറിയ ഭൂചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് അവർ പറഞ്ഞത് തീർച്ചയായോ സംഭവിക്കാനുള്ളതാണോ എന്ന ആശങ്ക. ശാസ്ത്രജ്ഞർ പറയുന്നു ജപ്പാനിൽ ഇത്തരത്തിൽ ചെറിയ ഭൂകമ്പങ്ങൾ പതിവാണ്. തത്സുഗിയുടെ പ്രവചനത്തിന് ശാസ്ത്രീയമായി ആധാരമില്ലെന്നും ഇത് യാദൃശ്ചികം മാത്രമായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത്. എങ്കിൽ ഇനി എന്ത് നമ്മൾ വിശ്വസിക്കണം? ആ സമയത്തും ഈ സ്ഥലത്തും ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് അവളുടെ പ്രവചനമെന്ന് പറയാൻ തെളിവില്ല. ആളുകൾ അതിൽ ഭയം കാണുന്നുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രപരമായ ഒരു തെളിവല്ല. ഇത്തരത്തിൽ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ വൈജ്ഞാനിക സ്ഥിതിഗതികൾ നോക്കി വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു വരിയിൽ പറഞ്ഞാൽ അവളുടെ പുസ്തകത്തിൽ പറഞ്ഞ സ്ഥലത്ത് ഭൂകമ്പം നടന്നെങ്കിലും അത് ഒരു സ്വാഭാവികമായി വിലയിരുത്തേണ്ടതാണ്, വലിയ ഭീതി വേണ്ട എന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ല, അവളുടെ പുസ്തകത്തിൽ പറഞ്ഞ സമയത്തും അതേ സ്ഥലത്തും വലിയൊരു ഭൂകമ്പം യാഥാർത്ഥ്യമായി സംഭവിച്ചാൽ അതെന്താ സംഭവിക്കുന്നത്? ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയമായി, അതായത് ശാസ്ത്രജ്ഞന്മാർ എന്തു പറയും? ശാസ്ത്രജ്ഞർ തുടരെ പറയുന്നത് ഇത് യാദൃശ്ചികമായ സാധ്യതയായിരിക്കാം എന്നായിരിക്കും. ജപ്പാന് പോലെ സ്ഥിരം ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന രാജ്യത്ത് ഇത്തരം സംഭവം ഇൻസിഡൻസ് ആണെന്ന് വിലയിരുത്താം. അവരുടെ പ്രവചനത്തിൽ സൂക്ഷ്മമായ തീയതിയും സമയം, ശബ്ദതരംഗങ്ങൾ, ആഴം, റിക്ടർ സ്കെയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ശാസ്ത്രീയമായി അക്യുറേറ്റ് പ്രഡിക്ഷനായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രലോകം വിലയിരുത്താം. ഇനി സമൂഹ മാധ്യമങ്ങളിലും പൊതുജനങ്ങളിലും ഇതിനെക്കുറിച്ചിട്ട് എന്തായിരിക്കും പറയുക എന്നതാണ്. അവർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലോ എന്ന തരത്തിൽ വലിയ ചർച്ചയും ഭീതിയും ഉയരും. കോൺസ്പിറസി തിയറി ഗ്രൂപ്പുകൾ, അണ്ടർഗ്രൗണ്ട് ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഗ്രൂപ്പുകൾ മുതലെടുത്ത് ഇതിനെ വലിയതാക്കും. ചിലർ വിശ്വാസത്തോടെ തത്സുഗിയെ ദേവതാസമാനം കാണാൻ തുടങ്ങിയേക്കാം. ഭരണ സാന്നിധ്യവും മാധ്യമങ്ങളും പ്രതികരിക്കുന്നത്. സർക്കാർ ചാനലുകൾ പറഞ്ഞേക്കാം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. നിലവിലെ ഭൂകമ്പം സമാന ഭൂഭാഗങ്ങളിൽ പതിവായിട്ടുള്ളതാണെന്നൊക്കെ സർക്കാർ മാധ്യമങ്ങളും സർക്കാരൊക്കെ ഇങ്ങനെ പറയാം. പക്ഷേ ഭൂചലനങ്ങൾ മുന്നറിയിപ്പുകൾ, പൊതുസുരക്ഷാ ഇടപാടുകൾ, മറ്റു ദൂരദർശിനി പദ്ധതികൾ ശക്തിപ്പെടുത്താൻ തയ്യാറെടുക്കണം. മത ആധ്യാത്മിക നേതാക്കൾ പറയുന്നത് ഈ ഭൂമിയിലെ ചിലർക്ക് ദിവ്യശക്തി ഉണ്ടാവാം എന്ന തരത്തിൽ അതിനെ ആത്മീയ ദിശയിലേക്കും കൊണ്ടുപോകാം. ചിലർ ആ കഥ കൊണ്ട് ഞങ്ങൾക്കിഷ്ടമുള്ള വാചകങ്ങളും അതിനോടൊപ്പം ചേർത്ത് വിശ്വസിക്കാം, വിശ്വാസം വ്യാപിപ്പിക്കാം. അതിനാൽ ഒരു വലിയ ഭൂകമ്പം തത്സുഗിയുടെ പ്രവചനത്തിൽ പറയപ്പെട്ടിടത്ത് സംഭവിച്ചാൽ വിശ്വാസികൾക്ക് പ്രാമാണികതയുടെ ജയം ആയിരിക്കാം, ശാസ്ത്രജ്ഞർക്ക് ഇൻസിഡൻസ് ആയിരിക്കും, മാധ്യമങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്കായി മാറാം. എല്ലാവർക്കും ഭയം, ചർച്ച, സംശയം, ആത്മപരിശോധന. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രാചീന പ്രവചനത്തിന് കൃത്യത കിട്ടിയാൽ അത് ശാസ്ത്രത്തിനും സമൂഹത്തിനും ഒരേപോലെ വെല്ലുവിളിയാണ്. പക്ഷേ ആ ഭയം കൃത്യമായ അറിവിലും മുൻകരുതലും മാറ്റപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.